യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 3-ാം നാൾ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ കാനാവിൽ ദൈവം ഒരു കല്യാണ സന്ദർഭം ഉണ്ടാക്കി എന്ന് വേണം വായിക്കുവാൻ. ഒന്ന്, കർത്താവ് അവിടെ ചെന്നപ്പോൾ, ശിഷ്യന്മാരോടൊപ്പം അവിടെ ചെന്നപ്പോൾ തൻ്റെ അമ്മ ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു, മോനെ, സംഭവിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ സംഭവിക്കരുതാത്ത ഒരു കാര്യം ഈ വിവാഹ ദിവസത്തിൽ നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിച്ചു. ഇവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി. അത് ഈ ഭവനത്തിന് വളരെ ആക്ഷേപമാണ്, പരിഹാസമാണ്. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ തീർന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടാകില്ല. യേശു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകരായ ചില പരിചാരകരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങ് വന്നാട്ട് ഇവിടെ യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ശുദ്ധീകരണ നിയമത്തിന് ഉള്ളതായ 6 കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആ കൽപ്പാത്രങ്ങളിലെ വെള്ളം കമഴ്ത്തിക്കളയുക, അല്ലെങ്കിൽ കോരിക്കളയുക, അത് പറ്റിക്കുക. അതിനുശേഷം ആ കൽപ്പാത്രങ്ങളിൽ പുതിയ വെള്ളം നിറയ്ക്കുക. നിറച്ച വിഷയത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് വക്കോളം നിറച്ചു. അതെന്തിനാണ് ഈ വക്കോളം നിറച്ചത്? വേറെ ആരും കൊണ്ട് ഇനിയും അതിൻ്റെ മേളിൽ വെള്ളം ഒഴിക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി തികവുള്ളത് എന്ന് അവിടെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം കർത്താവ് ആ പരിചാരകരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇതിൽ നിന്ന് കോരി വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുക്കുക. അപ്പോൾ വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുത്തതായ പാത്രത്തിലുള്ള വെള്ളമാണ് വീഞ്ഞായത്, അല്ലാതെ ഈ കൽപ്പാത്രങ്ങളിലുള്ള വെള്ളം അല്ല. കൽപ്പാത്രങ്ങളിലുള്ള വെള്ളമായിരുന്നു എങ്കിൽ, അതിനെ മുഴുവനായി കർത്താവ് വീഞ്ഞാക്കിയിരുന്നു എങ്കിൽ, ഇവർ കോരിക്കൊണ്ടുപോയ ആ വെള്ളത്തിന് പകരം ആ കൽപ്പാത്രങ്ങളിൽ മറ്റുള്ളവർ കൊണ്ടുവന്ന് വെള്ളം നിറച്ച ആ വീഞ്ഞിനോടുകൂടെ കലർത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുകൂടെ മനുഷ്യൻ്റെ പ്രവൃത്തിയെ കൂട്ടിക്കലർത്തുമായിരുന്നു. അതുകൊണ്ട് കർത്താവ് കൽപ്പാത്രങ്ങളിലെ വെള്ളം വക്കോളം സൂക്ഷിക്കപ്പെട്ടു. കോരിയതിന് പകരമായി കൽപ്പാത്രങ്ങളിൽ തന്നെ വെള്ളം പൊങ്ങി അതിൻ്റെ വക്കോളം അത് പരിപാലിക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമ്പൂർണതയെ അത് കാണിക്കുകയാണ്. വിരുന്നുവാഴിക്ക് വീഞ്ഞു കൊണ്ടു കൊടുത്തപ്പോൾ വിരുന്നുവാഴി അന്വേഷിച്ചത് എവിടെ നിന്നാണ്? അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, പരിചാരകരല്ലാതെ മറ്റാരും ഇതെവിടെ നിന്ന് എന്ന് അറിഞ്ഞില്ല. അവിടെ പ്രത്യേക എഴുതിയിരിക്കുകയാണ്, അവരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. ഈ വീഞ്ഞ് എവിടെ നിന്നാണെന്നുള്ളത് അറിയുവാനുള്ള ഭാഗ്യം മറ്റുള്ളവർക്കൊക്കെ ലഭിക്കണമായിരുന്നു. കർത്താവിന് പ്രസിദ്ധനാകുവാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ആ മണവാളനെയും ആ വീട്ടുകാരെയും പ്രമുഖ വ്യക്തികളെയും ഒക്കെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു ഉദ്ഘാടനം പോലെ നടത്താമായിരുന്നു. പക്ഷെങ്കിൽ കർത്താവ് അത് ചെയ്തില്ല. അത് എവിടെ നിന്നെന്ന് അറിയുവാനുള്ള ഭാഗ്യം ആ പരിചാരകർക്ക് മാത്രം കൊടുത്തു. ലോകത്തിൽ ദരിദ്രരായവരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ 2-3 കാര്യങ്ങളിലാണ് അവിടെ അന്ന് പ്രശോഭിക്കപ്പെട്ടത്. അല്ലെങ്കിൽ സ്വർഗം അതിന്മേൽ വിളങ്ങിക്കണ്ടത് 2-3 കാര്യങ്ങളിലാണ്. ഒന്ന്, അവരുടെ ട്രഡീഷൻ ക്ലോസ് ചെയ്ത സംഭവം. 2, മനുഷ്യരുടെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് കൂട്ടിച്ചേർക്കാതെ വണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം തികവുള്ളതാക്കി അവിടെ പരിപാലിച്ചു. 3, ദൈവത്തിൻ്റെ സത്യം അല്ലെങ്കിൽ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവിടെ കൂടിയിരുന്ന ഒരു പ്രമുഖർക്കും ഭാഗ്യം കൊടുക്കാതെ രാപകലില്ലാതെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച സാധുക്കളായ പരിചാരകർക്ക് ദൈവം ആ ഭാഗ്യം കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവരെ ശുശ്രൂഷിക്കുവാൻ ആരുമില്ല. അവരവിടുത്തെ ആജ്ഞപ്രകാരം ആവശ്യപ്പെടാത്തവർ.
പ്രാധാന്യമല്ലാത്തവർ, വലിയ വിദ്യാഭ്യാസവും ജ്ഞാനമൊന്നും ഇല്ലാത്തവർ, അവർ കർത്താവ് പറയുന്നത് മാത്രം, ഈ കർത്താവ് ആരാണെന്ന് അവർക്ക് അറിയില്ല. അവരോട് ഇത്രമാത്രം അവർക്ക് ആജ്ഞ കിട്ടി, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുക എന്ന് യേശുവിൻ്റെ അമ്മ മറിയ ചെന്ന് പറഞ്ഞത് അവർ വളരെ അർത്ഥത്തോടെ അത് അംഗീകരിച്ചു. അവിടുത്തെ പോരായ്മകളെക്കുറിച്ച് ആ പരിചാരകർക്ക് നല്ല അറിവുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ പോരായ്മ പരിഹരിക്കപ്പെടണം, ആരെ അനുസരിച്ചാലെങ്കിലും വേണ്ടിയില്ല, ആ പോരായ്മ അവിടെ പരിഹരിക്കപ്പെടണമെന്ന് ആ പരിചാരകർക്ക് വളരെ താല്പര്യമുണ്ടായി. അങ്ങനെയുള്ള ഹൃദയത്തെ ദൈവം മാനിച്ചു. എന്നാൽ അവിടെ വീഞ്ഞില്ലാതെ പോയതായ സംഭവത്തെ ഒരു വലിയ സംഭവമാക്കി ഒരു കല്യാണ വീട്ടിൽ അങ്ങനെയൊക്കെ ഒരു പോരായ്മ സംഭവിച്ചാൽ നാട്ടിലെല്ലാം വലിയ പേരാക്കി ദുഷ്പേരുണ്ടാക്കി ആ ഭവനത്തിന് ആക്ഷേപമാക്കി തീർക്കുന്ന അനേക വ്യക്തികളെ നമുക്ക് ഇന്ന് ലോകത്തിൽ കാണുവാൻ കഴിയും. ഒരു കല്യാണ വീട്ടിൽ നടക്കുന്നതായ പോരായ്മകൾ രഹസ്യത്തിലായിരിക്കത്തില്ല, അത് വളരെ പെട്ടെന്ന് പരസ്യപ്പെടും, അപമാനകരമാകും, ആ വീട്ടിന് ആക്ഷേപമാകും. പക്ഷെങ്കിൽ ഈ ജോലിക്കാർ പരിചാരകർ അതിനുള്ള അവസരം കൊടുത്തില്ല. യേശു പറയുന്നത് അനുസരിച്ചാണെങ്കിലും എന്താണെങ്കിലും ശരി, അത് നിവർത്തിക്കണം, ആ പരിഹരിക്കപ്പെടണം, അതവിടെ മാന്യമായിരിക്കണം എന്നൊരാഗ്രഹം അവർക്കുണ്ടായി. ആ ആഗ്രഹത്തെ ദൈവം മാനിച്ചു, അവരെ ദൈവം മാനിച്ചു. അവർക്ക് മർമ്മങ്ങളെ അറിയുവാനുള്ള ഭാഗ്യം കൊടുത്തു, അവർക്ക് ദൈവത്തിൻ്റെ തേജസ്സിനെ കാണുവാനുള്ള ഭാഗ്യം കൊടുത്തു. കർത്താവിൻ്റെ പ്രവൃത്തിയെ ആദ്യമായി ഗ്രഹിച്ചറിയുവാൻ അവർക്ക് ഭാഗ്യം കിട്ടി. അവരല്ലാതെ മറ്റാരും അത് എവിടെ നിന്ന് അറിഞ്ഞില്ല. അതിനുശേഷം ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതകരമായി തൻ്റെ പുത്രനിൽ കൂടെ വെളിപ്പെടുത്തുന്നത് കണ്ട ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിക്കുവാൻ അത് കാരണമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കാനാവിൽ നിന്ന് 3 കാര്യം നമ്മെ പഠിപ്പിച്ചു. ഒന്ന്, യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ഉള്ള ട്രഡീഷൻ ദൈവം ക്ലോസ് ചെയ്ത്, പാരമ്പര്യത്തിലല്ല പുതുമയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ പുതിയ രക്തത്തിലാണ് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പരാതികൾ മാറുന്നത്, അപമാനം മാറുന്നത്, താഴ്ച മാറുന്നതെന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തി. 2, ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുകൂടെ മനുഷ്യൻ്റെ പ്രവൃത്തി കൂട്ടിക്കലർത്തി ലാഭകരമാക്കുവാൻ ദൈവം അവസരം കൊടുത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. കർത്താവ് കൽപ്പാത്രത്തിൽ മുഴുവനും വീഞ്ഞ് സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ എത്രയോ പേര് വന്ന ആ വീഞ്ഞ് അവിടെ നിന്ന് തന്നെ കുടിച്ച് വിൽപ്പന നടത്തുമായിരുന്നു. പക്ഷെങ്കിൽ അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. ഇപ്പോൾ ഇത് കോരി കൊടുക്കുക. കോരിക്കൊണ്ടുപോയ പാത്രത്തിലെ വെള്ളം വീഞ്ഞായി തീർന്നു. അത് വിരുന്നുവാഴി പരീക്ഷിച്ചാറേ ഏറ്റവും ഗുണമുള്ളതെന്ന് കണ്ടു. ദൈവത്തിൻ്റെ സൃഷ്ടി ഏറ്റവും മേന്മയുള്ളതായിരിക്കും. അതിൻ്റെ മഹത്വത്തെ അത് എവിടെ നിന്ന് അറിയുവാനുള്ള ഭാഗ്യം. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആ കൽപ്പാത്രങ്ങളിൽ പുതുവെള്ളം നിറയ്ക്കുവാൻ ആ ദരിദ്രരെ ദൈവം ഉപയോഗിച്ചു. അത് എവിടെ നിന്ന് അറിയുവാൻ ആ വീഞ്ഞ് ലഭിച്ചു എന്ന് അറിയുവാനും ഗ്രഹിക്കുവാനുള്ള ഭാഗ്യം അവർക്ക് മാത്രം ദൈവം അവർക്ക് കൊടുത്തു. ആ ഭാഗ്യം അവർക്ക് കിട്ടി. ലോകത്തിൽ ദരിദ്രരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കും. ആ സമ്പന്നതയുടെ മഹത്വം, ദൈവരാജ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ പറയുകയാണ്. ദൈവത്തിൻ്റെ പൈതല്, അവിടെ നീ ഒരു കാഴ്ചക്കാരനോ പരാതിക്കാരനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പോരായ്മയെ പ്രസിദ്ധപ്പെടുത്തുന്നവനോ, അതോ ആ പോരായ്മയെ എങ്ങനെയെങ്കിലും നികത്തണം, ആ പോരായ്മ ഇല്ലാതാക്കണം, ആ പോരായ്മ പ്രസിദ്ധപ്പെടുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ആ ഭവനത്തെ മാന്യതയുള്ളതാക്കി തീർക്കണമെന്ന് ചിന്തയുള്ള പരിചാരകനോ, ദൈവം എങ്ങനെയാണ് നിന്നെ വിളിച്ചത്? ആ നിന്റെ വിളിയിലും തെരഞ്ഞെടുപ്പിലും നീ എങ്ങനെയാണ് അതിനെ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതിന് തക്ക കൃപ ദൈവം നിനക്ക് തരും. God bless you.